Alhamdulillah, wassalatu wassalamu ala ashrafir rasulillah wa ala alihi wa sahbihi farizin biridallah amma ba'd. ബഹുവന്യരായ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, സ്നേഹമസൃണരായ വിദ്യാർത്ഥി മിത്രങ്ങളെ, കലയുടെ കലവറപ്പെത്തിയിറങ്ങുന്ന തിരുമുറ്റത്ത് സ്വർഗസ്വരത്തിന്റെ പ്രോദ്വചനമായ വേദിയിൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയം നിങ്ങളുമായി അല്പം സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ എനിക്ക് തൗഫീഖ് നൽകിയ ജഗനേതാവായ അല്ലാഹുവിനാണ് സർവ്വസ്തോത്രങ്ങളും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ വ ബി കുല്ലി മഖാം. അന്ധതയുടെ കൽപ്പാണ്ടം പുതച്ചും ലഹരിയും മയക്കുമരുന്നും നെഞ്ചോട് ചേർത്തും ജീവിതം ഒരു ആഭാസമാക്കുന്ന അഭിനവയുഗത്തിൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയം ഏറെ പ്രസിദ്ധവും ഔചിത്യപൂർണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ആധുനിക കാലത്ത് മാനവരാശിയുടെ ഹൃദയങ്ങൾ കവർന്നെടുക്കുന്ന വിഗൂഢമായ അന്ധചിന്തകൾ കൊണ്ട് നവതലമുറയുടെ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ അവരെ കൈപിടിച്ച് സ്വർഗത്തിന്റെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ആനയിക്കാൻ നിശാബോധം നൽകിയ ഒരു കൂട്ടം പണ്ഡിത കുലമതികളെ കാലം സ്വാഗതം ചെയ്യുമ്പോഴാണ് വിജ്ഞാതനം സർവ്വതിനും പ്രധാനവും പ്രസിദ്ധവുമായി മാറുന്നത്. സുഹൃത്തുക്കളെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടൻ സംസ്കാരത്തിൽ നിന്നും അറിവുള്ളവൻ അജയൻ എന്ന ചിന്താഗതിയിലേക്കുള്ള പരിണാമത്തിന്റെ പാതയിലാണ് ആധുനിക ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർജിച്ചെടുക്കുന്ന അറിവും അതിലൂടെ കൈവരിക്കുന്ന പുരോഗമനമാണ് യഥാർത്ഥത്തിൽ മനുഷ്യോൽപത്തി മുതൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വിശേഷിക്കപ്പെട്ട അറിവെന്ന ആയുധമാണ് ലോകത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ നീതിയും നിയമവും നിയന്ത്രണവും മാറ്റിമറിച്ച് ലോകജനതയുടെ ഹൃദയമെടുപ്പുകൾ നിന്റെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാരാൽ നിനക്ക് പ്രയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം വിജ്ഞാനമാണെന്ന് പഠിപ്പിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനത്തെയാണ് തുറന്നു കാട്ടുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു പണ്ഡിതൻ ആരാധനയിൽ മുഴുകി ഒരു വ്യക്തി കൈവരിക്കുന്ന ശ്രേഷ്ഠത എനിക്ക് നിങ്ങളിൽ ഏറ്റവും താഴ്മയേറിയ എന്റെ ശ്രേഷ്ഠതയോട് തുല്യമാണ്. എന്ന വചനത്തിലൂടെ പ്രവാചകർ വിശേഷിച്ചത് അമ്പിയാക്കളുടെ ആനന്ദരകാശികളായിട്ടാണ്. കാരണം അമ്പിയാക്കളുടെ ആനന്ദര സ്വത്ത് ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് സകലമായ ഇരുട്ടിനെയും പ്രകാശമാക്കുന്ന, സകല നരകങ്ങളെയും സ്വർഗമാക്കുന്ന, വാനോളം നിന്നരായവരെ രാജാവാക്കുന്ന അറിവെന്ന നിധിയാണ്. ജാഹിലിയ്യത്തിന്റെ കരിമ്പട്ടം പുതച്ചും വെറും 23 വർഷത്തെ വിദ്യാബോധം കൊണ്ട് സംശുദ്ധമാക്കി തീർത്ത അറിവെന്ന നിധിയാണ് പ്രവാചകൻ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സാമൂഹിക സാംസ്കാരിക പുരോഗമനത്തിന്റെയും ബൃഹത്തായ വഴി നടത്തിയതും വിദ്യയിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ പ്രഗത്ഭ ചിന്തകനായ ജോർജ് വാഷിംഗ്ടൺ പോലും എഴുതി വെച്ചത്, എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന മഹാവിസ്മയ ലോകം കീഴടക്കാൻ വിജ്ഞാനം എന്ന ആയുധം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യങ്ങൾ അനർത്ഥമാക്കും വിധം അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് എന്നെന്നും ശാശ്വതമാക്കി തീർക്കുന്ന ആയുധമണിയാണ് നാം തയ്യാറാവേണ്ടത്. അതിന് നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ ഉപസംസ്കരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.